നമസ്കാരം, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. 9/6/2025 നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി തസ്തികയിലേക്കുള്ള എക്സാമിന്റെ ആൻസർ കീ ആണ് വായിക്കുന്നത്. ചോദ്യം 1. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം: 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. ശരിയാണ്. 1ഉം 2ഉം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 2. താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം വരുന്നത് 1. രഫ്ത് ഗോഫ്താർ, 2. റഹ്നുമാൻ മസ്ദയൻസൻ സഭ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 3. ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം നൽകുന്നത്? ഓപ്ഷനിലുള്ളത് കല്ലുമാല സമരം, സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, വില്ലുവണ്ടി യാത്ര. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആദ്യം വരുന്നത് വില്ലുവണ്ടി യാത്രയാണ്. വർഷം 1893. 2. സാധുജന പരിപാലന സംഘം 1907. 3. കൊച്ചിൻ പുലയ മഹാസഭ 1913. 4. കല്ലുമാല സമരം 1915. ചോദ്യം 4. എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവർത്തികളേക്കാൾ ഒരുപടി മുന്നിൽ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബഹുഭാര്യത്വം നിരോധിച്ചു. ചോദ്യം 5. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക. ശരിയായിട്ടുള്ള ഉത്തരം: വിയറ്റ്നാം യുദ്ധം യുഎസിന് വലിയ വിജയമായിരുന്നു എന്ന പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ട് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ചോദ്യം 6. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം. ചോദ്യം 7. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്. 2. കബനി, ഭവാനി, പമ്പ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എ പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. അതായത് മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്, ആ പ്രസ്താവന ശരിയാണ്. കബനി, ഭവാനി, പമ്പ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ചോദ്യം 8. താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം അഥവാ സമരാത്ര ദിനങ്ങൾ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് 21 സെപ്റ്റംബർ 23. ചോദ്യം 9. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. ചോദ്യം 10. താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലാൻഡ്സാറ്റ് USA. ചോദ്യം 11. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭാബർ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽ കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. ചോദ്യം 12. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ഹിമാനി സംരക്ഷണം. ചോദ്യം 13. ഭാരതത്തിൽ 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേരിടാൻ വൻകിട വ്യവസായങ്ങളിൽ നിന്നുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഹലനോബിസ് തന്ത്രം. ചോദ്യം 14. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏതുൾപ്പെടുന്നില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗുഡ് ആൻഡ് സർവീസസ് ടാക്സ് നടപ്പിലാക്കിയത്. ചോദ്യം 16. IAAP, IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹരിത വിപ്ലവം. ചോദ്യം 17. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത. ചോദ്യം 18. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗത്തിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി വികസിത ഭാരത് അറ്റ് 2047. ചോദ്യം 19. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ രാഷ്ട്രപതി. ചോദ്യം 20. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലുപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% ആയി പരിമിതപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി 91ാം ഭേദഗതി.
ചോദ്യം 21. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. 1. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്വങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. 2. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. പ്രസ്താവന ശരിയാണ്. 4. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായിട്ട് പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കി. ആ പ്രസ്താവനയും ശരിയാണ്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 22. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയുത്തരമാണ് വായിക്കുന്നത്. 1. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. 2. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. 4. പാർലമെന്റിന്റെ ഇരുസഭകളിലും വോട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ഈ 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത്. ചോദ്യം 23. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1964. ചോദ്യം 24. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മൺസൂൺ സമ്മേളനം. ചോദ്യം 25. ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അച്യുത് ചേതൻ. ചോദ്യം 26. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം 1947 PMO നിലവിൽ വന്നു. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെട്ടിരുന്നു. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 27. ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഉത്തരം സർക്കാർ പ്രക്രിയകളിൽ സുതാര്യവും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 28. താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? ഉത്തരം വരുന്നത് ദ്രുത നഗരവൽക്കരണം, അതുപോലെ ജനസംഖ്യാ വളർച്ച. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 29. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിനായി ഏത് നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? ഉത്തരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, അതുപോലെ പൊതുമരാമത്ത് പ്രോഗ്രാം ആക്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 31. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അവരുടെ സ്വത്ത്. ചോദ്യം 32. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഉത്തരം ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ചോദ്യം 33. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ചോദ്യം 34. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ സി. ചോദ്യം 35. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ട്യൂബർകുലോസിസ്. ചോദ്യം 36. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അതിന്റെ പ്രാഥമിക കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി പുകവലി. ചോദ്യം 37. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അമ്മ മനസ്സ്. ചോദ്യം 38. ഒരു ചരടിന്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. ചോദ്യം 39. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗമാണ് VE എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2VE. ചോദ്യം 40. താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷത അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ചോദ്യം 41. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ NVS-02.
ചോദ്യം 42. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകമേത്? ഉത്തരം ഓപ്ഷൻ ഡി ഹീലിയം. ചോദ്യം 43. ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം? ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും. ചോദ്യം 44. താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്ത സംയുക്തം ഏത്? ഉത്തരം ഓപ്ഷൻ സി മാലക്കൈറ്റ്. ചോദ്യം 45. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാൽസ്യവും ഓക്സിജനും. ചോദ്യം 46. ഇന്ത്യ നേടിയ ഒളിമ്പിക് മെഡലുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായിട്ടുള്ള ഉത്തരമാണ് വായിക്കുന്നത്. 1. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. 2. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടി. 4. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായി തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 47. താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായി ഒത്തുനോക്കുക. ശരി ഉത്തരം വരുന്നത് ജോർജ് വർഗീസ്, കാക്കനാടൻ, എം ബി ഭട്ടതിരിപ്പാട്, പ്രേംജി, പി സി കുട്ടിക്കൃഷ്ണൻ, ഉറൂബ്, എം കെ മേനോൻ, വിലാസിനി. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 48. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏത്? തെറ്റായവ 2 എണ്ണമാണുള്ളത്. 1. 1920 കേരള കലാമണ്ഡലം രൂപീകൃതമായി. 2. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1965 ഒക്ടോബർ 10 സ്ഥാപിതമായി. ഈ 2 പ്രസ്താവനകളും തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 49. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പടയണി. ചോദ്യം 50. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാരീസ്. ചോദ്യം 51. 981 5:4 എന്ന അനുപാതത്തിൽ വിഭജിക്കുക. ഉത്തരം ഓപ്ഷൻ ബി 545:436. ചോദ്യം 52. ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടശതമാനത്തിന് തുല്യമാണ്. 25% ലാഭം ലഭിക്കാൻ പ്രസ്തുത വസ്തു എത്ര വിലയ്ക്ക് വിൽക്കണം? ഉത്തരം ഓപ്ഷൻ എ ആണ് 2000 രൂപയ്ക്ക് വിൽക്കണം. ചോദ്യം 53. ഒരു ജോലി എ 4 മണിക്കൂർ കൊണ്ടും ബിയും സിയും ഒരുമിച്ച് 3 മണിക്കൂർ കൊണ്ടും എയും സിയും ഒരുമിച്ച് 2 മണിക്കൂർ കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയെങ്കിൽ ബി മാത്രം ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കും? ഉത്തരം ഓപ്ഷൻ സി 12 മണിക്കൂർ. ചോദ്യം 54. 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 9 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. 60 km/h വേഗതയിൽ സഞ്ചരിക്കവേ അതേ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ ഡി 12 മണിക്കൂർ. ചോദ്യം 55. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ റെയിൽ എന്നത് KCTN എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ റീഡ് റീഡ് എന്നത് എങ്ങനെയാണ് എഴുതുക? ഉത്തരം ഓപ്ഷൻ എ CGTF. ചോദ്യം 56. എമ്മിന്റെ മകനാണ് കെ, കെയുടെ ഭാര്യയാണ് എൽ, എല്ലിന്റെ മകനാണ് ജെ. എമ്മിനെ വിവാഹം കഴിച്ചത് പി ആണ്. അങ്ങനെയെങ്കിൽ ജെയ്ക്ക് എമ്മുമായുള്ള ബന്ധമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി മകന്റെ മകൻ. ചോദ്യം 57. ഒരാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം ഇയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അയാൾ ആരംഭ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെക്ക് പടിഞ്ഞാറ് ദിശ. ചോദ്യം 58. ലഘൂകരിക്കുക. ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട് 1/2 the whole raised to -2 plus 1/3 the whole raised to -2 plus 1/4 the whole raised to -2. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 29. ചോദ്യം 59. ഉത്തരം കണ്ടുപിടിക്കുക. ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട് 2.39 the whole raised to 2 minus 1.61 the whole raised to 2 the whole divided by 2.39 minus 1.61. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 4. ചോദ്യം 60. 36, 34, 30, 28, 24 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 22. ചോദ്യം 61. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആറാണ്. ആറാണ് അവിടുത്തെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഈസ് ആണ് വരേണ്ടത്. ചോദ്യം 62. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ടാഗ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ് ഉത്തരം വരുന്നത് വിൽ യു. ചോദ്യം 63. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ വെർബ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. യു ലെറ്റ് ഹർ ഗോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ബെയർ ഇൻഫിനിറ്റീവ്. ചോദ്യം 64. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ബൈ ചൂസിംഗ് ദ റൈറ്റ് ഓപ്ഷൻ.
നെയ്തർ ദ പ്രിൻസിപ്പൽ നോർ ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടൂർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആർ ഗോയിങ്. ചോദ്യം 65. സീയിങ് എ സ്നേക്ക് ഇൻ ദി ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. ദിസ് സെന്റൻസ് മേ ബി ട്രാൻസ്ഫേർഡ് ആസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദി ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. ചോദ്യം 66. The italicized word in the following sentence means, as a teacher, she resented invidious remarks made on her students by her colleagues. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, unpleasant. ചോദ്യം 67. The idiom in the following sentence means, perfumes were dim a dozen for him in those days. ഉത്തരം ഓപ്ഷൻ ബി, plenty and common. ചോദ്യം 68. I bank on your word. The phrasal verb in italics means, I bank on your word. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, bases one's hope on something or someone. ചോദ്യം 69. Correct the following sentence. The effects of COVID-19 are far reaching. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, The effects of COVID-19 are far reaching. ചോദ്യം 70. His behavior at the party was atrocious. The synonym of the italicized word is. ഇവിടെ അട്രോഷ്യസിന്റെ സമാന പദം കണ്ടെത്താനാണ്. ഉത്തരം വരുന്നത് അപ്പാളിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം 71. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐകകണ്ഠ്യേന. ഐകകണ്ഠ്യേന എന്ന പദമാണ് ശരി. ചോദ്യം 72. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. ചോദ്യം 73. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് 1. പിപാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. അടുത്തത് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ചോദ്യം 74. താഴെ പറയുന്നവയിൽ ജലത്തിന്റെ പര്യായം അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി, സിന്ധു. ചോദ്യം 75. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ബി, ഏറ്റവും ആധുനികമായ. ചോദ്യം 76. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, പുരോഗതി ഇല്ലായ്മ. ചോദ്യം 77. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ എ, വിദ്യുത് പ്ലസ് ശക്തി എന്നാണ് വിദ്യുത് ശക്തി പിരിച്ചെഴുതുന്നത്. വിദ്യുത് പ്ലസ് ശക്തി. ചോദ്യം 78. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അനുഗ്രഹീതൻ, ഗീതാഗോവിന്ദം, യാദൃച്ഛികം, ആദ്യക്ഷ്യം. ചോദ്യം 79. ആഗമനം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, നിർഗമനം. ചോദ്യം 80. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രഭി. ചോദ്യം 81. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഫാസ്റ്റർ? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്റേണൽ പ്രോസസ് മെമ്മറി. ചോദ്യം 82. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ബെനിഫിറ്റ് ഓഫ് യൂസിംഗ് OCR അഥവാ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഇൻ ഡോക്യുമെന്റ് പ്രോസസ്സിംഗ്? ഉത്തരം ഓപ്ഷൻ ബി, ഇറ്റ് എനേബിൾസ് മെഷീൻസ് ടു റീഡ് ആൻഡ് കൺവേർട്ട് പ്രിന്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ്. ചോദ്യം 83. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ആപ്ലിക്കേഷൻ ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ? ഉത്തരം ഓപ്ഷൻ സി, റണ്ണിംഗ് ലാർജ് സ്കെയിൽ സിമുലേഷൻസ് ഫോർ സയന്റിഫിക് റിസർച്ച് സച്ച് ആസ് വെതർ ഫോർകാസ്റ്റിംഗ് ഓർ പാർട്ടിക്കിൾ ഫിസിക്സ്. ചോദ്യം 84. ഡാഷ് ട്രാൻസ്ലേറ്റ് ദ മെസ്സേജസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻ ടു എ കോമൺ കോമ്പാറ്റബിൾ ഫോം to make them communicate successfully? ഉത്തരം ഓപ്ഷൻ സി, സിസ്റ്റം സോഫ്റ്റ്വെയർ. ചോദ്യം 85. വാട്ട് ഈസ് ദ ഒക്ടൽ നമ്പർ ഫോർ ദി ഡെസിമൽ നമ്പർ 2025? ഉത്തരം ഓപ്ഷൻ എ, 3751. ചോദ്യം 86. വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട്കട്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2021 allows you to toggle the visibility of non-printing characters? ഉത്തരം ഓപ്ഷൻ എ, Ctrl + Shift + 8. ചോദ്യം 87. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് ഫൗണ്ട് അണ്ടർ ദ ഇൻസേർട്ട് മെനു ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? ഉത്തരം ഓപ്ഷൻ ഡി, സ്റ്റൈൽസ്. ചോദ്യം 88. വാട്ട് ഡസ് ദ ലുക്കപ്പ് ഫംഗ്ഷൻ ഇൻ എക്സൽ ഡു? ഉത്തരം ഓപ്ഷൻ സി, ഇറ്റ് സെർച്ചസ് ഫോർ എ വാല്യൂ ഇൻ എ ടേബിൾ ആൻഡ് റിട്ടേൺസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഫ്രം ദി സെയിം റോ. ചോദ്യം 89. വിച്ച് കീബോർഡ് ഷോർട്ട്കട്ട് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു ക്വിക്ലി ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ദി കറണ്ട് വർക്ക് ബുക്ക്? ഉത്തരം ഓപ്ഷൻ ബി, Shift + F11. ചോദ്യം 90. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഈസ് നോട്ട് പെർഫോംഡ് ത്രൂ ദി ഇൻസേർട്ട് ലാബ് ഇൻ പവർ പോയിന്റ്? ഉത്തരം ഓപ്ഷൻ സി, ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ലേഔട്ട്. ചോദ്യം 91. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ OOP? ഉത്തരം ഓപ്ഷൻ സി, എ ക്ലാസ് ദാറ്റ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ് ആൻഡ് ഈസ് ഡിസൈൻഡ് ടു ബി സബ് ക്ലാസ്ഡ്. ചോദ്യം 92. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് യൂസിംഗ് ഇൻറ്റ് ആസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദി മെയിൻ ബ്രാക്കറ്റ് ഫംഗ്ഷൻ? ഉത്തരം ഓപ്ഷൻ ബി, ഇറ്റ് എൻഷ്യൂർസ്
കമ്പാറ്റബിലിറ്റി വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എക്സ്പെക്ടേഷൻസ്. ചോദ്യം 93. വാട്ട് ഈസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാമിംഗ്? ഉത്തരം ഓപ്ഷൻ ബി, ഇറ്റ് വെയിറ്റ്സ് ഫോർ യൂസേഴ്സ് ആക്ഷൻ ഓർ ഇവന്റ് ടു എക്സിക്യൂട്ട് കോഡ്. ചോദ്യം 94. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ VB.NET? ഉത്തരം ടു ഇൻക്ലൂഡ് നെയിം സ്പേസ്. ചോദ്യം 95. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് DBMS? ഓപ്ഷൻ എ, റെഡ്യൂസ് ഡേറ്റ റിഡൻഡൻസി. ഓപ്ഷൻ ബി, ഇംപ്രൂവ്ഡ് ഡേറ്റ സെക്യൂരിറ്റി. ഓപ്ഷൻ സി, ഈസിയർ ഡേറ്റ ആക്സസ് ആൻഡ് ഷെയറിംഗ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ചോദ്യം 96. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ട്രങ്കേറ്റ് ഇൻ SQL? ഉത്തരം ഓപ്ഷൻ ബി, ട്രങ്കേറ്റ് റിമൂവ്സ് ഓൾ റോസ് ആൻഡ് കനോട്ട് ബി റോൾഡ് ബാക്ക് വൈൽ ഡിലീറ്റ് ക്യാൻ ബി റോൾഡ് ബാക്ക്. ചോദ്യം 97. വിച്ച് SQL കമാൻഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് എ ടേബിൾ ഫ്രം ദി ഡേറ്റാബേസ്? ഉത്തരം ഓപ്ഷൻ എ, ഡ്രോപ്പ് ടേബിൾ. ചോദ്യം 98. വാട്ട് ഈസ് ദ റോൾ ഓഫ് CSS ഇൻ വെബ് ഡെവലപ്മെന്റ്? ഉത്തരം ഓപ്ഷൻ ബി, ടു ഡിഫൈൻ ദ ലേഔട്ട് ആൻഡ് സ്റ്റൈൽ ഓഫ് എ വെബ് പേജ്. ചോദ്യം 99. വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ആൻ ഇമേജ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 100. വിച്ച് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഗ്രാൻറ്റഡ് ടു എക്സിക്യൂട്ട് അറ്റ് ലീസ്റ്റ് വൺസ് ഇൻ JavaScript? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡു വൈൽ.